ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ദേവസ്വം റെപ്രസെൻറ്റേറ്റീവ്സ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? ഉത്തരമായിട്ട് വരുന്നത് മലബാർ ദേവസ്വം ബോർഡാണ്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഉദ്ദാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്വസ്റ്റ്യൻ ഒന്നും പറയാം. ഉദ്ദാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരമായിട്ട് വരുന്നത് ഗുരുവായൂർ ഏകാദശി എന്ന പേരിലാണ്. ഉദ്ദാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗുരുവായൂർ ഏകാദശി. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏത്? ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏത്? 2015 ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് വരാൻ പോണ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏത്? നാലാമത്തെ ചോദ്യമാണ്, ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏത്? ശ്രീനാരായണോപനിഷത്ത്. ഉത്തരം വരുന്നത് ശ്രീനാരായണോപനിഷത്ത്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് കോട്ടിയൂർ ശിവക്ഷേത്രമാണ്. ദക്ഷയാഗവും അതുപോലെ തന്നെ സ്വയംഭൂവുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രമാണ് കോട്ടിയൂർ ശിവക്ഷേത്രം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, തന്ത്രശാസ്ത്രപരമായ അംഗമം എന്നത് ആരോട് പറയുന്നതാണ്? തന്ത്രശാസ്ത്രപരമായ അംഗമം എന്നത് ആരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട് പറയുന്നതാണ് തന്ത്രശാസ്ത്രപരമായ അംഗമം. ഇനി അടുത്ത ചോദ്യം, വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായാണ് കണക്കാക്കപ്പെടുന്നത്? വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായാണ് കണക്കാക്കപ്പെടുന്നത്? ഉത്തരം വരുന്നത് തലയാണ്. തലയ്ക്ക് പകരം ഓപ്ഷൻസിൽ ചിലപ്പോൾ ശിരസ് എന്നായിരിക്കും. അപ്പോൾ അത് ഓർത്തേക്ക്, രണ്ടും സെയിം ആണ്. അപ്പോൾ ദേവൻ്റെ ഏത് അവയവമായിട്ടാണ് ഗോപുരം കമ്പയർ ചെയ്യണത്? തല അല്ലെങ്കിൽ ശിരസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സ്വാമി വിവേകാനന്ദൻ പിൻമുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആചാര്യൻ ആരാണ്? സ്വാമി വിവേകാനന്ദന് പിൻമുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആചാര്യൻ ആരാണ്? ഉത്തരമായിട്ട് വരുന്നത് ചട്ടമ്പി സ്വാമികളാണ് പിൻമുദ്ര സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത്. അടുത്ത ചോദ്യം, വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര? 4 ഉത്തരമായിട്ട് വരുന്നത്. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്രയെന്ന് ഓർത്തിരിക്കുക. ഇത് ഓപ്ഷൻസിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ദേവീ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണവും 4 തന്നെയാണ് വരുന്നത്. അതാണ് അടുത്ത ചോദ്യം. ദേവീ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര? 4. ഉത്തരം വരുന്നത് 4. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 4. ഇനി ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണമാണ് 1. അതൊന്ന് ഓർത്തിരിക്കുക. ഗണപതി ക്ഷേത്രത്തിൻ്റെ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 1. ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം എത്ര? ഉത്തരമായിട്ട് വരുന്നത് 3. ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 3. സൂര്യഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം എത്ര? അതിന് ഉത്തരമായിട്ട് വരുന്നത് 2. ഇനി അടുത്തതും കണക്റ്റഡ് ആണ്. ആൽമരത്തിന് ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര? ആൽമരത്തിന് ചുറ്റും ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് വരുന്നത് 7. ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാം പ്രദക്ഷിണങ്ങളുടെ എണ്ണം. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 4. ദേവീ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 4 തന്നെ. ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 1. ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 3. സൂര്യഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 2.
അതുപോലെ തന്നെ ആൽമരത്തിന് ചുറ്റും ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം 7. ഇത്ര ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പതിനഞ്ചാമത്തെ ചോദ്യമാണ്, സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏത്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഇടയ്ക്കയാണ്. ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം. 16ാമത്തെ ചോദ്യം, ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനമായി വേദങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത്? നമുക്കറിയാം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം. ഇങ്ങനെ 4 വേദങ്ങളാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനമായ വേദങ്ങൾ. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് 4ആണ്. ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് വേദങ്ങൾ. ഇനി 5ാം വേദം എന്നറിയപ്പെടുന്നതാണ് മഹാഭാരതം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗുരുവായൂർ ദേവസ്വം ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കെ കേളപ്പനാണ് ഉത്തരമായിട്ട് വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ. 17ാമത്തെ ചോദ്യം, ഗുരുവായൂർ ദേവസ്വം രൂപം കൊണ്ടത് ഏത് വർഷമാണ്? ഗുരുവായൂർ ദേവസ്വം രൂപം കൊണ്ടത് ഏത് വർഷമാണ്? ഉത്തരമായിട്ട് വരുന്നത് 1971. 1971 ഗുരുവായൂർ ദേവസ്വം രൂപം കൊണ്ടത്. 19ാമത്തെ ചോദ്യം, ഗുരുവായൂർ ദേവസ്വം ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ, ഇതാണ് അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ. ഗുരുവായൂർ ദേവസ്വത്തിന് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ VK വിജയനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡോക്ടർ VK വിജയൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗുരുവായൂർ ദേവസ്വത്തെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ VK വിജയൻ. 1949 രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? 1949 രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരമായിട്ട് വരുന്നത് മന്നത്ത് പത്മനാഭനാണ്. 1949 രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു? ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് നേരത്തെ ചോദ്യം. അത് ഡോക്ടർ VK വിജയനാണ്. ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? PS പ്രശാന്താണ് ഉത്തരമായിട്ട് വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്ത്. അടുത്ത ചോദ്യം 22ാമത്തെ, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരമായിട്ട് വരുന്നത് KB മോഹൻദാസ് ആണ്. KB മോഹൻദാസ് ആണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിലവിലെ ചെയർമാൻ. KB മോഹൻദാസ്. അടുത്ത ചോദ്യം വേദങ്ങളുമായിട്ടുള്ളതാണ്. മണ്ഡുക ശ്ലോകങ്ങൾ ഏത് വേദത്തിൽ ഉൾക്കൊള്ളുന്നതാണ്? മണ്ഡുക ശ്ലോകങ്ങൾ ഏത് വേദത്തിൽ ഉൾക്കൊള്ളുന്നതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഋഗ്വേദമാണ്. മണ്ഡുക ശ്ലോകങ്ങൾ ഏത് വേദത്തിൽ ഉൾക്കൊള്ളുന്നതാണ്? ഋഗ്വേദം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന മൃഗം ഏത്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന മൃഗം ഏത്? ഉത്തരമായിട്ട് വരുന്നത് കുതിരയാണ്. കുതിരേനെയാണ് ഏറ്റവും കൂടുതൽ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന മൃഗം. അടുത്ത ചോദ്യം 25ാമത്തെ, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ചെയർമാൻ ആരായിരുന്നു? KB മോഹൻദാസ് അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരമായിട്ട് വരുന്നത് തിരുവനന്തപുരമാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദം ഏതാണ്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന മൃഗം ഏതാണെന്ന്? കുതിരയായിരുന്നു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദമാണ് ഓം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 27ാമത്തെ ചോദ്യം, നിലവിളക്കിൻ്റെ പാദം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? നിലവിളക്കിൻ്റെ പാദം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരമായിട്ട് വരുന്നത് ബ്രഹ്മാവാണ്. നിലവിളക്കിൻ്റെ പാദത്തെ സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ഇനി അടുത്തതും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? അല്ലെങ്കിൽ ഏത് ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം എളുപ്പത്തിൽ.
നിലവിളക്കിൻ്റെ തണ്ട് വിഷ്ണു ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. പാദം സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ തണ്ട് സൂചിപ്പിക്കുന്നത് വിഷ്ണു ഭഗവാനെയും. നിലവിളക്കിൻ്റെ നാളം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? നിലവിളക്കിൻ്റെ നാളം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതും കണക്റ്റഡ് ആണ്. നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം വരുന്നത് ശിവഭഗവാനെയാണ്. നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ശിവഭഗവാൻ. നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരമായിട്ട് വരുന്നത് സരസ്വതിയാണ്. നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സരസ്വതിയാണ്. നിലവിളക്കിൻ്റെ നാളത്തിലെ ചൂട് ഏത് ദൈവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരമായിട്ട് വരുന്നത് പാർവതി ദേവിയാണ്. നിലവിളക്കിൻ്റെ നാളത്തിലെ ചൂട് പാർവതി ദേവി. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞത് ആയതുകൊണ്ട് നിലവിളക്കിൻ്റെ പാദം ബ്രഹ്മാവ്, നിലവിളക്കിൻ്റെ തണ്ട് വിഷ്ണു ഭഗവാൻ, നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവി, അതുപോലെ നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ശിവഭഗവാൻ, നിലവിളക്കിൻ്റെ പ്രകാശം സരസ്വതി ദേവി, നിലവിളക്കിൻ്റെ നാളത്തിലെ ചൂട് പാർവതി ദേവിയും ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ദ്രാവിഡ വസ്തുവിദ്യയിൽ പ്രധാനമായ ശ്രീകോവിലുകൾ എത്ര തരത്തിൽ കാണപ്പെടുന്നുണ്ട്? ഉത്തരമായിട്ട് വരുന്നത് 3 തരത്തിലാണ്. കേരള ദ്രാവിഡ വസ്തുവിദ്യയിൽ പ്രധാനമായ ശ്രീകോവിലുകൾ എത്ര തരത്തിലാണ് കാണപ്പെടുന്നത്? 3 തരത്തിൽ. ഇനി നമുക്ക് ആ 3 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതിനകത്ത് 3 എണ്ണം തരും, ഇതിനകത്ത് ഏതാണ് അല്ലാത്തത് അങ്ങനെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള ദ്രാവിഡ വസ്തുവിദ്യയിൽ പ്രധാനമായ 3 രൂപത്തിലെ ശ്രീകോവിലുകൾ കാണാം, അത് ഏതെല്ലാം? വട്ട ശ്രീകോവിൽ, പേര് പോലെ തന്നെ വൃത്താകൃതിയിലാണ് ഇരിക്കുന്നത്. കുക്കുടാകൃതി, അത് ചതുരാകൃതിയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെയാണ് ഗജപൃഷ്ഠാകൃതി. അത് ഗജ എന്ന് പറഞ്ഞ ആനയാണല്ലോ, അപ്പോൾ ആനയുടെ പുറകുവശം പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് 3 ശ്രീകോവിലുകൾ കാണപ്പെടുന്നത്. ഒന്നുകൂടി ജസ്റ്റ് പറയാം. വട്ട ശ്രീകോവിൽ അത് വൃത്താകൃതിയിൽ, കുക്കുടാകൃതി അത് ചതുരാകൃതിയിലിരിക്കും, ഗജപൃഷ്ഠാകൃതി അത് ആനയുടെ പുറകുവശം പോലെ ഇരിക്കും. ഈ ചോദ്യം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് 3 പേര് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓട് 1 ഔട്ട് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 പേര് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. 35ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആകെ എത്ര ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്? ഒന്നുകൂടി വായിക്കാം. കേരളത്തിലെ ആകെ എത്ര ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്? ഉത്തരമായിട്ട് വരുന്നത് 5 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അടുത്ത ചോദ്യം കണക്റ്റഡ് ആണ് നേരത്തെ ചോദ്യമായിട്ട്. നേരത്തെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ ആകെ എത്ര ദേവസ്വം ബോർഡുകളാണ് ഉള്ളതെന്നാണെന്നു. 5 ആണ് ഉത്തരം. ആ 5 എണ്ണത്തിൻ്റെ പേരാണ് ഇനി അടുത്ത ചോദ്യം. കേരളത്തിലെ 5 പ്രധാന ദേവസ്വം ബോർഡുകൾ ഏതൊക്കെയാണ്? ഉത്തരമായിട്ട് വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ആണ് 5 പ്രധാന ദേവസ്വം ബോർഡുകൾ കേരളത്തിലുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ്? ഈ 5 ദേവസ്വം ബോർഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ്? കെ രവീന്ദ്രനാണ് ഉത്തരമായിട്ട് വരുന്നത്. കെ രവീന്ദ്രൻ, കൊച്ചി ദേവസ്വം ബോർഡ് ചെയർമാൻ കെ രവീന്ദ്രൻ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ബാക്കിയുള്ള ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻമാർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയർമാൻമാരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് ഉൾപ്പെടുത്താത്തത്, വീണ്ടും പറയാത്തതും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ശ്രീകോവിലാണ്. ഈ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം. ഗർഭഗൃഹം എന്നറിയപ്പെടുന്നത് ഏത് ഭാഗത്തെയാണ്? ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്നറിയപ്പെടുന്നത് ഏത് ഭാഗത്തെയാണെന്നും നമുക്ക് ചോദ്യം വരാം. ഉത്തരമായിട്ട് വരുന്നത് ശ്രീകോവിലാണ്. ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്രീകോവിൽ അല്ലെങ്കിൽ ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗം ശ്രീകോവിൽ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതിനകത്ത് വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി.